Okay dears, today we are going to discuss about continuity of state. Last class la nammal critical phenomena പഠിച്ചു അല്ലേ? Critical state, critical constant. അതിൽ നിന്ന് critical temperature പഠിച്ചു. എന്താ TC എന്ന് പറഞ്ഞു വെച്ചാൽ it is the maximum temperature above which a gas cannot be liquefied by application of pressure. ഒരു particular temperature. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് എത്ര പ്രഷർ ഉപയോഗിച്ചാലും ആ ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് പ്രഷർ? ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ PC, it is the minimum pressure needed for the liquefaction of gas at a critical temperature. ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എത്ര പ്രഷർ, മിനിമം പ്രഷർ കൊടുത്തിട്ട് അതിനെ ഗ്യാസ് ആക്കാൻ പറ്റുന്ന ആ പ്രഷറാണ് PC, ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് അല്ലേ, ടെമ്പറേച്ചറിലും പ്രഷറിലും ആ സ്റ്റേറ്റാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയുമ്പോൾ ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും പ്രഷറിലും എക്സിസ്റ്റ് ചെയ്യുന്ന വോളിയമാണ് ക്രിട്ടിക്കൽ വോളിയം BC. ഇതിനെ നമ്മൾ ക്രിട്ടിക്കൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നു. ഇത് ക്രിട്ടിക്കൽ ഫിനോമിനയാണ്. ആ ട്രാൻസിഷനെ നമ്മൾ ക്രിട്ടിക്കൽ ഫിനോമിന എന്ന് പറയുന്നു. ഈ ക്രിട്ടിക്കൽ ഫിനോമിന ബെസ്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തത് ആൻഡ്രൂസ് എക്സ്പെരിമെൻ്റ് ആണ്. അദ്ദേഹം എന്താ ചെയ്തത്, ഡിഫറെൻറ്റ് ഐസോതേംസ് ഇതാക്കി. അതായത് 13.1 ഡിഫറെൻറ്റ് പ്രഷറും ഡിഫറെൻറ്റ് വോളിയം മെഷർ ചെയ്തിട്ട് ഐസോതേം വരച്ചു. ഐസോതേം എന്ന് പറഞ്ഞാൽ എന്താണ്, PV അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. പിന്നെ 21.5 അദ്ദേഹം നോക്കി, ദെൻ 31.1, ദെൻ 32, 35, 48 ഇങ്ങനെ ഐസോതേംസ് വരച്ചു നോക്കിയപ്പോൾ കണ്ടു, ഇവിടെ ഫസ്റ്റ് 31 A എന്നുള്ളത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. ദെൻ പ്രഷർ കൂട്ടിയപ്പോൾ വോളിയം കുറഞ്ഞ് ബിയിലെത്തി പറഞ്ഞാൽ അവിടെ ലിക്വിഡ് സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ലിക്വിഡിനെ നമ്മളിവിടെ കണ്ടു. ദെൻ ഈ എലോങ് ദ പോർഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, വോളിയം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പോർഷൻ ഇൻഡിക്കേറ്റ്സ് ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ്. ഇവിടെ ഗ്യാസും ലിക്വിഡും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ CD എന്ന് പറയുമ്പോൾ വെറും ലിക്വിഡ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഹൊറിസോണ്ടൽ പോർഷൻ കുറഞ്ഞു വരികയാണ്. അറ്റ് 31.1 ഒരു ഷാർപ്പ് പോയിന്റിൽ വെച്ചിട്ട് ഗ്യാസ് ലിക്വിഡായി. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോഴുള്ള ടെമ്പറേച്ചറിനെ 31.1 നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് കറസ്പോണ്ടിങ് പ്രഷർ ക്രിട്ടിക്കൽ പ്രഷർ, ആ കറസ്പോണ്ടിങ് വോളിയം ക്രിട്ടിക്കൽ വോളിയം. ദെൻ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ പിന്നെ അങ്ങനെ ഒരു ഷാർപ്പ് പോയിൻ്റ് ഒന്നുമില്ല. അതായത് എബോവ് നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും നമുക്കതിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റ് ആണ് നോക്കുന്നത്. കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റ്സ്. കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബൈ അപ്ലൈയിങ് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ബിലോ TC, അറ്റ് TC ആൻഡ് ബിലോ TC എ ഗ്യാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്. ഗ്യാസ് എന്തായി മാറും, ലിക്വിഡായിട്ട് മാറും. ബിലോ TC ആൻഡ് ബൈ അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ഗ്യാസ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡായിട്ട് മാറും അല്ലേ. പക്ഷേ ഇങ്ങനെ ഗ്യാസ് ലിക്വിഡായി മാറുകയാണെങ്കിലും ഒരു ഷാർപ്പ് ബൗണ്ടറി അവിടെ വരുന്നില്ല ഒരിക്കലും. അതായത് മൊത്തം ഗ്യാസ് ആയിരുന്നു, അതൊരു പെട്ടെന്നൊരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരികയല്ല ചെയ്യുന്നത്. അത് അവിടെ അങ്ങനെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരുന്നില്ല. ഡിസ്കണ്ടിന്യൂറ്റി പറഞ്ഞാൽ നേരിട്ട് ഗ്യാസ് ഒരു ലിക്വിഡായി മാറുകയല്ല ചെയ്യുന്നത്. ഗ്യാസ് മെല്ലെ ലിക്വിഡ് ആവാൻ തുടങ്ങും, ദെൻ ഒരു സ്റ്റേറ്റിലെത്തിയിട്ട് പിന്നെ മൊത്തം ലിക്വിഡ് ആവുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി, ഡിസ്കണ്ടിന്യൂസ് അല്ല, ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ദർ ഈസ് നോ ഷാർപ്പ് ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ഗ്യാസ് ആൻഡ് ലിക്വിഡ്. ഒരു ഗ്യാസ് ലിക്വിഡ് ആവുന്നത് ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റിലൂടെയാണ്. അതായത് ഗ്യാസ് മെല്ലെ ലിക്വിഡ് ആവുക പറയുമ്പോൾ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനൊക്കെ കൂടിയിട്ട് വോളിയം കുറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റിലൂടെയാണ് ഗ്യാസ് ലിക്വിഡ് ആവുന്നത്. അതാണ് കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ദർ ഈസ് നോ ഒരു ഷാർപ്പായിട്ട് ഗ്യാസ് ലിക്വിഡായി പെട്ടെന്ന് അങ്ങോട്ട് മാറുകയല്ല ചെയ്യുന്നത്. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെയാണ് ഗ്യാസ് ലിക്വിഡായിട്ട് മാറുന്നത്. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് അട്രാക്ഷൻ കൂടിയിട്ട് വോളിയം കുറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. അതാണ് കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റ്സ്. This continuity can be best explained by taking the isotherms for carbon dioxide at two different temperatures, 31.1 degrees Celsius and 13.1 degrees Celsius and 31.1 degree. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഐസോതേം നമ്മൾ ഇത് 31.1, ഇത് 31.1. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ഇനി 31.1 മീതൊരുന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടൂലേ, കുറച്ച് ഹോറിസോണ്ടൽ പോർഷൻ, പിന്നെ അങ്ങനെ വരും. ദെൻ ഇതെന്ന് പറയുന്നത് 31.1 പോയിൻ്റ് F റെപ്രസെൻറ്റ്സ് ദ ക്രിട്ടിക്കൽ പോയിൻ്റ്. അവിടെ ആ ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ സോ ദ കർവ് BFC എന്ന് പറയുന്നതിനെ നമ്മൾ കോ എക്സിസ്റ്റൻസ് കർവ് എന്നാണ് പറയുക അല്ലേ.
കോഎക്സിസ്റ്റൻസ് കർവ്. എന്തുകൊണ്ട് കോഎക്സിസ്റ്റൻസ് കർവ്? ഇത്രയും പോർഷനിൽ ദാറ്റ് ഗ്യാസ് എക്സിസ്റ്റ് ആസ് ഗ്യാസ് ആൻഡ് ലിക്വിഡ്, ഗ്യാസും ലിക്വിഡും ഫോമിലാണ് ഈ കർവിൻ്റെ ഉള്ളിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഔട്ട്സൈഡ് ഇറ്റ് മേ ബി ഐദർ ഗ്യാസ് ഓർ ലിക്വിഡ്, ഗ്യാസ് ആയിരിക്കാം ലിക്വിഡ് ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഗ്യാസാണ്, ഇത് ലിക്വിഡാണ്. ഈ കർവിൻ്റെ ഉള്ളിൽ അത് ഗ്യാസും ലിക്വിഡും ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എഫ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിൻ്റാണ്. അതായത് ആ കോഎക്സിസ്റ്റൻസ് കർവിൻ്റെ മാക്സിമം പോയിൻ്റ് ആയിരിക്കും ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഫസ്റ്റ് 30.1 ഡിഗ്രി സെൽഷ്യസിൽ എ ആണ് നമ്മളെ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. നമ്മൾ പ്രഷർ കുറച്ചു, പ്രഷർ കൂട്ടിക്കൊടുത്തു, പ്രഷർ കൂട്ടുകയാണ്. അപ്പോൾ വോളിയം ഡിക്രീസ് ചെയ്ത് ബിയിലെത്തുമ്പോൾ ലിക്വിഫാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ എലോങ് ബി സി വോളിയം നന്നായി ഡിക്രീസ് ചെയ്യാണ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ലിക്വിഡും സോളിഡും ഗ്യാസും എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഇവിടെ ലിക്വിഡ് മാത്രം. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ ഫസ്റ്റ് 13.1ലുള്ള ഷേപ്പാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി ദർ ഈസ് അനദർ വേ, ഇവിടുന്ന് ഗ്യാസിനെ ലിക്വിഡ് ആവാൻ നമുക്ക് വേറൊരു രീതിയിലും വരയ്ക്കാം. അതായത് എ എന്നുള്ളതിൽ എന്ത് ചെയ്തു വെച്ചാൽ ടെമ്പറേച്ചർ നന്നായി കൂട്ടിക്കൊടുത്തു, ടെമ്പറേച്ചർ വളരെ ഹൈ ആക്കി. ഇവിടെ അല്ല കേട്ടോ, സോറി, ഇവിടെ എയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആക്കി കൊടുത്തു. അതായത് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും ടെമ്പറേച്ചർ കൂടുകയല്ലേ ചെയ്യുന്നത്. ഇവിടുന്ന് എന്നാണ് മക്കളെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പ്രഷറും കൂടുന്നു. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് വോളിയത്തിന് മാറ്റമൊന്നും വരുന്നില്ല, ടെമ്പറേച്ചർ നമ്മൾ നന്നായി കൂട്ടിക്കൊടുത്ത് ഒരു പോയിന്റിലെത്തി. ഓക്കെ, എൽ എന്നുള്ളൊരു പോയിന്റിലെത്തി. എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കണ്ടിന്യൂറ്റിയാണ് പറയുന്നത്. ഒരു ഗ്യാസ് പെട്ടെന്നൊരു ലിക്വിഡ് ആവില്ല ഒരിക്കലും. അതായത് ഇങ്ങനെ ഗ്യാസിൽ നിന്ന് മെല്ലെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്, ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അത് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ രണ്ട് ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എ എന്നുള്ളതിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി, അതായത് 31 ഇങ്ങനെ കൂട്ടി, ഇവിടെ എത്തുമ്പോൾ 31.1 അങ്ങനെ ഹൈ ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പ്രഷറും കൂടുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിട്ട് നമ്മൾ എൽ എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തി. അപ്പോൾ ഇവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്, ഗ്യാസായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി. പ്രഷർ കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് നമ്മൾ പ്രഷർ. എന്നിട്ട് കൂൾ ചെയ്തു, കാർബൺ ഡൈ ഓക്സൈഡിനെ കൂൾ ചെയ്തു. കൂൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, വോളിയം കുറയില്ലേ, വോളിയം കുറയല്ലേ ചെയ്യുക. അപ്പോൾ വോളിയം ഇങ്ങനെ കുറഞ്ഞ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം കുറഞ്ഞ് ദാ ഇവിടെ ഡിയിൽ വന്ന് ടച്ച് ചെയ്യും. ഡിയിൽ വന്ന് ടച്ച് ചെയ്തു പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്തായി മാറി, ലിക്വിഡായി മാറി അല്ലേ. അപ്പോൾ ഇവിടെ ഗ്യാസായിരുന്നു, ഇവിടെയൊക്കെ ഗ്യാസാണ്. ദെൻ ഇവിടെ നിന്ന് നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി എന്നിട്ട് കൂൾ ചെയ്യുക ചെയ്യുന്നത്. കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വോളിയം കുറഞ്ഞ് ഇവിടെയൊക്കെ ഗ്യാസായിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ വന്ന് ടച്ച് ചെയ്തപ്പോൾ ഇവിടെ എത്തുക ലിക്വിഡായി അല്ലേ. അപ്പോൾ നമ്മൾ കൂൾ ചെയ്ത് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയപ്പോൾ അത് ലിക്വിഡായി. അപ്പോൾ നമ്മൾ എന്താ എയിൽ നിന്ന് ഡിയിലേക്ക് എത്തിയത് ഇവിടെ ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റിലൂടെയാണ് അല്ലേ. എ ബി ആയി, ഇവിടെ ലിക്വിഡ് വന്നു, ഇവിടെ ലിക്വിഡും ഗ്യാസും എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ ലിക്വിഡ് മാത്രം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കൃത്യമായി പറയാം ഒരു കണ്ടിന്യൂറ്റി ഇവിടെ ഉണ്ടെന്ന്. ഇനി ഇവിടെ നോക്കി നോക്കൂ, നമ്മൾ നേരിട്ട് ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റി ഒരൊറ്റ പോയിന്റിൽ വെച്ചിട്ട്. ആദ്യം ഹീറ്റ് ചെയ്തപ്പോൾ പ്രഷർ കൂടി, ദെൻ പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആക്കിയപ്പോൾ വോളിയം കുറഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ലിക്വിഡായി. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല എന്നല്ലേ നമ്മൾ പറയണത്. പക്ഷേ ഈ ഡിയിലേക്ക് എത്തണമെങ്കിൽ ആ ഗ്യാസ് ഇവിടെ ടച്ച് ചെയ്യണം അല്ലേ. നോക്കൂ, ഈ ഒരു പോയിന്റിൽ ജി എന്നുള്ള പോയിന്റ്, ജി അല്ല കേട്ടോ, ഇത് ജി എന്ന് നമ്മളിവിടെ കൊടുത്തു വിചാരിച്ചോളൂ കേട്ടോ, എം എന്നുള്ള പോയിന്റ്. ഓക്കെ, ഈ എം എന്നുള്ള പോയിന്റിൽ ടച്ച് ചെയ്യാതെ അതിന് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. ആ എം എന്നുള്ള പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്, നമ്മളെ ക്രിട്ടിക്കൽ ഐസോതെർമിൽ കിടക്കുന്ന പോയിൻ്റാണ്. ആ എമ്മിൽ അത് ലിക്വിഡാണ് അല്ലേ. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇവിടെ ഗ്യാസും ലിക്വിഡും എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ. അതായത് ഈ പോയിന്റിലൂടെ അല്ലാതെ അതിനിവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയായാലും ഗ്യാസ് ലിക്വിഡ് ആവണമെങ്കിൽ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. പെട്ടെന്ന് ഗ്യാസ് അത് ലിക്വിഡായി മാറില്ല, ഒരു കണ്ടിന്യൂറ്റിയിലൂടെ മാത്രമേ അത് അതാണ് ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനസ്സിലായോ?
ഇത് മനസ്സിലായില്ലേ മക്കളെ? കണ്ടിന്യൂറ്റി പറഞ്ഞ ഒരു ഗ്യാസ് പെട്ടെന്ന് ലിക്വിഡായി മാറില്ല, ഒരു കണ്ടിന്യൂസിലൂടെ പോവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ്. അപ്പോൾ ഈ ഒരു ലൈനിലൊന്നും ഗ്യാസും ലിക്വിഡും ഒന്നിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒരൊറ്റ ഫേസേ ഉള്ളൂ, ഇവിടെയൊക്കെ ഗ്യാസേ ഉള്ളൂ, ഇവിടെ ലിക്വിഡ്. പക്ഷേ അത് നമുക്ക് മനസ്സിലായി ഇതിലൂടെ അല്ലാതെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. സോ ഇവിടെ ഗ്യാസും ലിക്വിഡും കോ എക്സിസ്റ്റൻസ് നടത്തുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അതാണ് കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി വോണ്ട് ടു സ്റ്റഡി തിയററ്റിക്കൽ ഐസോതേർംസ് ഫ്രം വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ഇത് നമുക്ക് എക്സ്പെരിമെൻ്റലി കിട്ടുന്നതാണ്. എക്സ്പെരിമെൻ്റലി നമ്മൾ ഈ ഓരോ ടെമ്പറേച്ചറിലും വെച്ചിട്ട് PV ഗ്രാഫ് വരച്ചതാണിത്. ദെൻ തിയററ്റിക്കൽ ഐസോതേർംസ് ആണ് വാൻ ഡെർ വാൾ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഐസോതേം വരയ്ക്കാനുണ്ട്. അതിൽ നിന്ന് നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് എഴുതണം. ആദ്യം നമുക്ക് ദാറ്റ് ഈസ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഫോർ 1 mole ഓഫ് എ ഗ്യാസ് എന്തായിരുന്നു ഇക്വേഷൻ? എല്ലാവരും പറയൂ. P+A/B². V minus B equal to RT. ഇതാണല്ലോ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഫോർ 1 mole ഗ്യാസ്. ദെൻ ജസ്റ്റ് ഇലാബറേറ്റ് ചെയ്യിക്കുക. അപ്പോൾ എന്ത് വരും? P+V, PV minus PB plus A/V. ഇത് ഇൻറ്റു ഇത് A/V മൈനസ് AB/V². ദെൻ ഈ RTനെ ഇങ്ങോട്ടേക്ക് കൊണ്ട് മൈനസ് RT ഈസ് ഈക്വൽ ടു 0 കിട്ടും. നമ്മൾ ജസ്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ദെൻ മൾട്ടിപ്ലൈ ബൈ V²/P. V²/P എന്നുള്ള ടേം കൊണ്ട് ഇതിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? V²/P കൊണ്ടാകുമ്പോൾ ഇത് V³ മാറും അല്ലേ? നോക്കൂ, PV ഇൻറ്റു V²/P പറഞ്ഞാൽ V³ മൈനസ് ഇതെന്ത് വരും? ഈ പിയും വിട്ട് BV² എന്ന് കിട്ടും അല്ലേ? പ്ലസ് ഇതെന്ത് വരും? AV/P എന്ന് വരും മൈനസ് ഇതെന്ത് വരും? AB ഇതെഴുതിയില്ല. AB ഈ വിയും V²ഉം നമ്മൾ AB/P എന്ന് വരും മൈനസ് RT V²/P വിച്ച് ഈസ് ഈക്വൽ ടു 0 കിട്ടും. ഓക്കെ, ജസ്റ്റ് V²/P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. V³ ദെൻ V² വരുന്ന ടേം ഏതൊക്കെയാണ്? Bയും RT/Pയും. അതിനെ ഒന്നിച്ചെഴുതുക. പിന്നെ V ഉള്ള ടേം, ദെൻ ഇല്ലാത്ത ടേം. അങ്ങനെ നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. V³ ടേം, ദെൻ V² ടേം, അതായിരിക്കാം മൈനസ് ബിയും RT/P. ദെൻ വിയുടെ ടേം A/P, ദെൻ മൈനസ് AB/P. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ റീഅറേഞ്ച് ചെയ്യുകയാണ്. V³ മൈനസ് B പ്ലസ് RT/P V² എന്ന് കൊടുത്തു, മൈനസ് A/P V എന്ന് കൊടുത്തു, മൈനസ് AB/P വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് വാൻ ഡെർ വാൾസ് ഇക്വേഷനെ നമ്മളൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയതാണ്. ഓക്കെ, ഇത് നോക്കി നോക്കൂ. V³ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബ് റൂട്ട് ഇക്വേഷൻ ആണല്ലേ. A³ ഇക്വേഷനിൽ നമുക്കറിയാം എക്ക് 3 വാല്യൂസ് പോസിബിൾ ആണല്ലേ. ദാറ്റ് ഈസ് എ ക്യാൻ ഹാവ് 3 സൊല്യൂഷൻസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അതായത് പെർട്ടിക്കുലർ പ്രഷറിലും ടെമ്പറേച്ചറിലും Vക്ക് 3 വാല്യൂസ് പോസിബിൾ ആയിട്ടുണ്ടായിരിക്കും. അതാണ് ഈ ഇക്വേഷൻ കൊണ്ട് ഒരു ക്യൂബ് റൂട്ട് ഇക്വേഷൻ ആയതുകൊണ്ട്, ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് വി ക്യാൻ ഹാവ് 3 വാല്യൂസ് പോസിബിൾ ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഒരു പെർട്ടിക്കുലർ പ്രഷറിലും ടെമ്പറേച്ചറിലും Vക്ക് 3 വാല്യൂസ് പോസിബിളാണ്. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രഷറും ടെമ്പറേച്ചറും ഇങ്ങനെ മാറ്റി. ടെമ്പറേച്ചർ ആദ്യം കോൺസ്റ്റൻ്റ് ആക്കി എടുത്തു, അതായത് 13.1 ഡിഗ്രി സെൽഷ്യസ് എടുത്തു. എന്നിട്ട് ഓരോ പ്രഷർ മാറ്റി കൊടുത്തു. അപ്പോൾ V മാറും അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫ് നോക്കൂ, ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടിയത്. ദെൻ 21.5 നമുക്ക് ഇങ്ങനെ കിട്ടും ഗ്രാഫ്. അപ്പോൾ ഇത് തിയററ്റിക്കൽ ഗ്രാഫാണ്, എക്സ്പെരിമെൻ്റൽ അല്ല, തിയററ്റിക്കൽ. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണ്. P against V, you will get isotherms like this. ഇതിനെയാണ് തിയററ്റിക്കൽ ഐസോതേംസ് ഫ്രം വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് സിമിലർ ടു, ഏകദേശം സിമിലർ ടു ഇതാണ് അല്ലേ. എന്താണ് ഒരു വ്യത്യാസം? നമ്മളുടെ എക്സ്പെരിമെൻറ്റിൽ ഇവിടെ ഒരു ഹോറിസോണ്ടൽ പോർഷൻ ഉണ്ട്, പകരം ഇവിടെ ഒരു വേവ് നേച്ചറാണ്. ഇതിനൊരു വേവ് നേച്ചറാണ് വരുന്നത്, എക്സെപ്റ്റ് ദാറ്റ് ഹോറിസോണ്ടൽ പോർഷൻ. നമ്മൾ ഈ ഹോറിസോണ്ടൽ പോർഷനുമായിട്ട് ഇതിനെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കൂ, ഹോറിസോണ്ടൽ പോർഷൻ ഈ ഗ്രാഫിനെ 3 സ്ഥലത്താണ് ടച്ച് ചെയ്യുന്നത്, BXC. അതാണ് Vക്ക് 3 വാല്യൂസ് പോസിബിൾ ആയിട്ടുള്ളത്. പറഞ്ഞാൽ 3 റിയൽ ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് പോസിബിൾ ആണ് പറയുന്നത്. ഈ വാല്യൂസാണ്. ഒന്ന് EV,
ദെൻ ഈ ഒരു വിയുടെ വാല്യൂ, ഈ ഒരു വിയുടെ വാല്യൂ, ഈ ഹൊറിസോണ്ടൽ പോർഷൻ. അതുകൊണ്ടാണ് ഈ ക്യൂബ് റൂട്ട് ഇക്വേഷനിൽ വിക്ക് നമ്മളത് വെരിഫൈ ചെയ്തു അല്ലേ, 3 വാല്യൂസ് ആർ പോസിബിൾ ഫോർ വി. അപ്പോൾ നോക്കൂ, 31 പോയിൻറ്റിലൊരു വേവ് ലേക്ക് നെച്ചർ കിട്ടി. 21 ആകുമ്പോൾ കുറച്ചുകൂടി ഈ വാല്യൂസ് അടുത്ത് വന്നു. ദ റൂട്ട്സ് ഓഫ് വി ബിക്കം ക്ലോസർ ടു ഈച്ച് അതർ ആൻഡ് അറ്റ് 31 പോയിൻറ്റ് ഓൾ ദ റൂട്ട്സ് ഓഫ് വിയുടെ 3 വാല്യൂസും ഈക്വലാണ്, പോസിറ്റീവാണ്. ഇത് കൂടുമ്പോൾ 1 വാല്യൂ ഈസ് ഓൺലി പോസിറ്റീവ് ആൻഡ് അതേഴ്സ് ആർ ഒന്ന് മാത്രമേ റിയലായി വരുന്നത്, ബാക്കിയെല്ലാം ഇമാജിനറി ആയിട്ടാണ് വരുന്നത്. മനസ്സിലായോ? ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് അറ്റ് ക്രിട്ടിക്കൽ പോയിൻ്റ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ വി എന്ന് പറയുന്നത് എന്തായി മാറി? വി ബിക്കം വി സി, ക്രിട്ടിക്കൽ വോളിയമായി മാറി. ആ 3 വാല്യൂസും ഈക്വലുമാണ്, സെയിമാണ്. ഓക്കെ, സോ അറ്റ് ക്രിട്ടിക്കൽ വോളിയം, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വി ബിക്കം വി സി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വി മൈനസ് വി സി ഇസ് ഈക്വൽ ടു 0 എന്നെഴുതാം. വി സി പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ വോളിയം. അതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. വി മൈനസ് വി സി ക്യൂബ് ഈസ് ഈക്വൽ ടു 0 എന്നെഴുതാം. വി മൈനസ് വി സി ക്യൂബ് എന്താണ്? വി ക്യൂബ് മൈനസ് 3ab വി സ്ക്വയർ അല്ലേ, 3v സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി സി സ്ക്വയർഡ് മൈനസ് പ്ലസ് 3ab സ്ക്വയർഡ് പ്ലസ് 3a സ്ക്വയർഡ് ബി ആണ് അല്ലേ. 3v സ്ക്വയർഡ് വി സി പ്ലസ് വി സി ക്യൂബ് ഈസ് ഈക്വൽ ടു 0. വി സി ഇങ്ങനെയാണ് കേട്ടോ. ഇത് മനസ്സിലായില്ലേ? എ മൈനസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 3ab സ്ക്വയർ പ്ലസ് 3a സ്ക്വയർഡ് ബി പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെ നമ്മൾ എഴുതി. ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് എഴുതി. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻ 1 ആൻഡ് 2. നോക്കൂ, ഈക്വൽ അല്ലേ? വി ക്യൂബ് പ്ലസ് വി സ്ക്വയേർഡ്, ദാ വി സ്ക്വയേർഡ് പ്ലസ് വി plus a constant is equal to 0. We can equate 1 and 2. 1 and 2 equate ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കോഎഫിഷ്യൻസിനെ ഈക്വലേക്കാം. വി ക്യാൻ ഇക്വേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് വിയുടെ കോഎഫിഷ്യൻറ്റിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യിക്കാം. ഇവിടെയും യൂട്യൂബ്, ഇവിടെ വി സ്ക്വയർഡ് എന്ന് പറയുന്നത് ബി പ്ലസ് ആർ ടി ബൈ പി ആണ്. അപ്പോൾ ഈ 3vCയെ നമുക്ക് ബി പ്ലസ് ആർ ടി ബൈ പി ആക്കി എഴുതാം. ഓക്കെ, ദെൻ വി ഈ വി എന്നുള്ളതില്ലേ, ഓക്കെ, അപ്പോൾ അത് മൈനസ് 3vc സ്ക്വയർ ആക്കി എഴുതാം. അങ്ങനെ ഇക്വേറ്റ് ദ കോഎഫിഷ്യൻ, 2 ഇക്വേഷനിലെയും കോഎഫിഷ്യൻസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. സോറി, ഇവിടെ തെറ്റിപ്പോയി. എ മൈനസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് വി സി ക്യൂബ് മൈനസ് 3a സ്ക്വയേർഡ് ബി മൈനസ് 3v സ്ക്വയേർഡ് വി സി പ്ലസ് എ പ്ലസ് 3ab സ്ക്വയേർഡ് പ്ലസ് 3ab സ്ക്വയേർഡ്. ഓക്കെ, ഈക്വൽ ടു 0 കിട്ടി. ഇതാണ് ഇക്വേഷൻ. ഇനി നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? വി ക്യൂബ് മൈനസ് ബി പ്ലസ് ആർ ടി ബൈ വി സ്ക്വയേർഡ് പ്ലസ് എ ബൈ പി വി ആണേ. ഇവിടെ നോക്കൂ, പ്ലസ് എ ബൈ പി വി ആണേ. പ്ലസ് എ ബൈ പി വി മൈനസ് എ ബി ബൈ പി ഈസ് ഈക്വൽ ടു 0. അതാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. സോ അറ്റ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻറ്റ്, അറ്റ് ക്രിട്ടിക്കൽ സ്റ്റേറ്റിനെ നമുക്ക് ആ ഇക്വേഷനെ എങ്ങനെ എഴുതാം? ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: വി ക്യൂബ് മൈനസ് ബി പ്ലസ് ആർ ടി എന്നുള്ളിടത്ത് പകരം ടി സി എന്ന് എഴുതാം, ബൈ പി എന്നുള്ളിടത്ത് പി സി എന്ന് എഴുതാം, വി സ്ക്വയേർഡ് പിന്നെന്തായിരുന്നു പ്ലസ് എ ബൈ പി സി വി എഴുതാം. അതായത് ടി സിയും പി സി ആക്കി എഴുതി നമ്മൾ. ഓക്കെ, ദെൻ മൈനസ് എ ബി ബൈ പി എന്നുള്ളത് പി സി ആക്കി എഴുതാം. ഇത് ഈ ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. അപ്പോൾ അതായത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ നമുക്ക് ഇത് എഴുതിയത് മനസ്സിലായില്ലേ? അതിലെ ടിക്കും പിക്കും നമ്മൾ ടി സിയും പി സിയും എന്നും കൊടുത്തു. അതായത് ക്രിട്ടിക്കൽ സ്റ്റേറ്റിലുള്ള കാര്യം, അതല്ലേ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലുള്ള കാര്യമല്ലേ നമ്മൾ ഇത് എഴുതിയത്. അപ്പോൾ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്നെഴുതി. ഓക്കെ, ഇനി നോക്കൂ, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ഇതും വി ക്യൂബിലുള്ളൊരു ടേമാണ്, വി സ്ക്വയേർഡ് ഉള്ളൊരിതാണ്. അപ്പോൾ നോക്കൂ, വി ആർ ജസ്റ്റ് ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻറ്റ്. ഇത് വി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു വി സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് 3vCയെ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യിക്കാം. അതുപോലെ ഇത് വി ആണ്, 3vC സ്ക്വയേർഡിനെ എ ബൈ പി സി ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതുപോലെ വി സി ക്യൂബിനെ നമുക്ക് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം? എ ബി ബൈ പി സി ആയിട്ട് ഇക്വേറ്റ് ചെയ്യിക്കാം. സോ വി ക്യാൻ ബൈ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യിക്കുന്നത് ആദ്യം 3vC ബൈ ഇക്വേറ്റിംഗ് 3vC എന്ന് പറയുന്നത് ബി പ്ലസ് ആർ ടി സി ബൈ പി സി എന്ന് എഴുതി. പിന്നെ എന്തായിരുന്നു? വിയിലെ 3vC സ്ക്വയേർഡ് എന്ന് പറയുന്നത് എ ബൈ പി സി.
3BC² എന്ന് പറയുന്നത് A/PC ആണ്. പിന്നെ ലാസ്റ്റ് BC³ എന്ന് പറയുന്നത് AB/PC. BC³ എന്ന് പറയുന്നത് AB/PC. ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക, കോഎഫിഷ്യൻസ് മാത്രം ഇക്വേറ്റ് ചെയ്യുക. നോക്കൂ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി 4, 5, 6. ഇപ്പോൾ കൺഫ്യൂഷൻ മാറിയില്ലേ അമ്പിളി? ഇവിടെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കൂ, ഇനി 5/6, 5നെ അല്ല 6/5, ഈ ഇക്വേഷൻ 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും നോക്കൂ, BC³ ഡിവൈഡഡ് ബൈ 3BC² ഈസ് ഈക്വൽ ടു AB/PC. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് ഇൻറ്റു PC ഡിവൈഡഡ് ബൈ A എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ BC ഒക്കെ വെട്ടിപ്പോയി. BC ഈസ് ഈക്വൽ ടു A വെട്ടിപ്പോയി BC ഈസ് ഈക്വൽ ടു 3B എന്ന് കിട്ടും നമുക്ക്. BC ഈസ് ഈക്വൽ ടു 3B, ഇക്വേഷൻ 7. ഓക്കെ, ഇനി ആ BC ഈക്വൽ ടു 3B എന്നുള്ളത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം, ഇക്വേഷൻ 5. പുട്ട് BC ഈക്വൽ ടു 3B ഇൻ ഇക്വേഷൻ 5. അപ്പോൾ 3 ഇൻറ്റു BCക്ക് പകരം നമ്മൾ 3B² ഈസ് ഈക്വൽ ടു ഇതായിരുന്നില്ലേ A/PC, A/PC എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ 9, 3, 27, 27B² ഈസ് ഈക്വൽ ടു A/PC എന്ന് പറഞ്ഞു. എന്ന് നമ്മൾ PC കണ്ടുപിടിക്കും. PC ഈസ് ഈക്വൽ ടു A/27B² എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ ആസ് 8 എന്ന് കൊടുത്തു. ഇനി BC നമുക്ക് 3B എന്ന് കിട്ടി, PC എന്ന് പറയുന്നത് A/27B² എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഇതിലിട്ട് കൊടുക്കുക 4th ഇക്വേഷനിൽ. അപ്പോൾ എന്ത് വരും, 3 ഇൻറ്റു BCക്ക് പകരം നമ്മൾ എന്തെഴുതുന്നു, 3B എന്ന് കൊടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു B പ്ലസ്. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ B ഇല്ല കേട്ടോ, വെറും 3BC ഈക്വൽ ടു RTC/PC എന്ന് എഴുതിയിരിക്കണത്. ടെക്സ്റ്റ് ബുക്കിൽ ഇതില്ല, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണേ. ടെക്സ്റ്റ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ B+ വരുന്നുണ്ട്, കാരണം നമ്മളിത് അവിടെ ഇക്വേറ്റ് ചെയ്തത്. അപ്പോൾ B+ ആണ്, ടെക്സ്റ്റിൽ എഴുതിയിട്ടില്ല. ആ B+, ദെൻ RTC ഡിവൈഡഡ് ബൈ PCക്ക് പകരം നമ്മൾ എന്താ കൊടുത്തത്, A/27B² എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് 27B²/A എന്ന് കൊടുക്കാം. ഇങ്ങനെ എഴുതിക്കൂടെ? എന്നാൽ ഇനി നോക്കൂ, 3 ഇൻറ്റു 3 പറഞ്ഞാൽ 9Bയും ഈ ബീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ -B ഈസ് ഈക്വൽ ടു RTC 27B²/A. 9Bയും -B പറഞ്ഞാൽ 8B വരും. ഈ ബിയും കാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് അവസാനം TC എന്ന് പറയുന്നത് ഇവിടെ 8 വരും അല്ലേ. 8A ഡിവൈഡഡ് ബൈ 27RB എന്ന് കിട്ടും. 8A ഡിവൈഡ് ബൈ 27RB എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കൂ, BC എന്ന് പറയുന്നത് 3B, PC എന്ന് പറയുന്നത് A/27B², TC എന്ന് പറയുന്നത് 8A ഡിവൈഡ് ബൈ 27RB. അപ്പം നമുക്ക് ക്രിട്ടിക്കൽ കോൺസ്റ്റൻറ്റ് BC, PC, TCയെ ക്രിട്ടിക്കൽ കോൺസ്റ്റൻറ്റിനെ നമ്മൾ എന്തുണ്ട്, വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റിൻ്റെ ടേമിൽ നമ്മൾ എഴുതി. 3B A/327 + B², 8. അതാണ് ഇങ്ങനെ വന്നത് കേട്ടോ. ഓക്കെ, കുറേ ഉണ്ട്. ഇതൊക്കെ ടീച്ചർ ആദ്യമായിട്ട് വായിക്കുകയാണ്, പഠിക്കുന്ന കാലത്തൊന്നും ഇത് പഠിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ക്യാഷ് സ്റ്റേറ്റിൻ്റെ നാരായണൻ സാറായിരുന്നു. സാറ് ക്ലാസ്സിലേ കയറിയിട്ടില്ല. ക്യാഷ് സ്റ്റേറ്റൊക്കെ ഞങ്ങൾക്കൊരു പുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ആദ്യം പഠിച്ച് ഇപ്പോഴാണ് ശരിക്കും അറിയുന്നത് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. നിങ്ങളെന്തായാലും ഇരുന്ന് പഠിച്ചോളൂ. നെക്സ്റ്റ് ടേം ഈസ് ക്രിട്ടിക്കൽ കംപ്രസിബിലിറ്റി ഫാക്ടർ. നമുക്കറിയാം കംപ്രസിബിലിറ്റി ഫാക്ടർ Z ഈസ് ഈക്വൽ ടു PV/RT, അതായത് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ നമുക്ക് എങ്ങനെ എഴുതാം, ക്രിട്ടിക്കൽ കംപ്രസിബിലിറ്റി ഫാക്ടർ ZC എന്ന് എഴുതാം. ZC ഈക്വൽ ടു PC VC ഡിവൈഡ് ബൈ R ഒരു കോൺസ്റ്റൻ്റ് ആണ് TC. PC VC ഡിവൈഡ് ബൈ RTC, അതാണ് ക്രിട്ടിക്കൽ കംപ്രസിബിലിറ്റി ഫാക്ടർ. നൗ പുട്ട് ദ വാല്യൂസ് ഫോർ PC VC TC. VC എന്തായിരുന്നു, 3B. VC ഈസ് ഈക്വൽ ടു 3B. PC എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, A/27B² ആൻഡ് TC എന്ന് പറഞ്ഞാൽ 8A ഡിവൈഡ് ബൈ 27RB. ഓക്കെ, സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ. ZC ഈക്വൽ ടു PCക്ക് പകരം നമ്മൾ A/27
27b² കൊടുത്തു. വി സിക്ക് പകരം 3b കൊടുത്തു ഡിവൈഡഡ് ബൈ r ഇൻറ്റു ടി സിക്ക് പകരം 8a ഡിവൈഡഡ് ബൈ 27rb എന്ന് കൊടുത്തു. അപ്പോൾ നോക്കിക്കോളൂ, എല്ലാം കട്ട് ചെയ്ത് പോയിട്ട് അവസാനം യു വിൽ ഗെറ്റ് 3/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.375 എന്നാണ് കിട്ടുക. ZCയുടെ വാല്യൂ 0.375 എന്നാണ് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്യാസ് എടുക്കുക, അതിൻ്റെ PC, TC, VC ഒക്കെ നമുക്ക് കണ്ടുപിടിക്കുക അല്ലേ. ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും പ്രഷറൊക്കെ, ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഈ വാല്യൂസൊക്കെ നമുക്കറിയാം. അതെല്ലാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൃത്യം ഈ വാല്യൂ കിട്ടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, വാൻ ഡെർ വാൾ ഇക്വേഷൻ കറക്റ്റാണ് ആൻഡ് ഇറ്റ് ഈസ് എ വാൻ ഡെർ വാൾ ഗ്യാസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓരോ ഗ്യാസിൻ്റെയും നോക്കിയപ്പോൾ ഒന്നിനും ഈക്വലായി വന്നില്ല. അതായത് വാൻ ഡെർ വാൾസിൽ ഒരു ചില വ്യത്യാസമുണ്ട്. വാൻ ഡെർ വാൾ ഇക്വേഷന് കുറച്ച് കറക്ഷൻ ആവശ്യമുണ്ട്. കാരണം AB കോൺസ്റ്റൻ്റ് അല്ല അല്ലേ, ദാറ്റ് മേ ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ വിത്ത് വേരി ചെയ്യുന്നുണ്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഈക്വലായി കിട്ടാത്തത്. മെനി ഓഫ് ദ ഗ്യാസസ് ലെസ് ദാൻ 0.375 ആണ് ഈ വാല്യൂ കിട്ടുന്നത്. ക്ലോസ് ടു 0.3യുടെ അടുത്തൊക്കെയാണ് കിട്ടുന്നത്. അതാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ, ക്രിട്ടിക്കൽ കംപ്രസിബിലിറ്റി ഫാക്ടർ ZC. നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഓരോ ഗ്യാസിൻ്റെയും ഇങ്ങനെ ZC കണ്ടുപിടിച്ചപ്പോൾ ഈക്വലായിട്ട് ഒന്നിനും വന്നിട്ടില്ല, എപ്പോഴും ലെസ് ദാൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, next we want to write the relationship between boil temperature and critical. എന്താ boil temperature? The temperature at which obeys boils law, അല്ലെങ്കിൽ the gas behave ideally അല്ലേ. നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു TB = A/BR എന്ന് പറഞ്ഞിട്ട്, കുറേ മുന്നേ ഉള്ളതാണ്, ഞാൻ മറന്നുപോയി, നിങ്ങൾ മറക്കരുത്. TB = A/BR. നമുക്കറിയാം TC ക്രിട്ടിക്കൽ കോൺസ്റ്റൻറ്റ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC നമ്മൾ ഇന്ന് ഡിറൈവ് ചെയ്തു 8A ഡിവൈഡ് ബൈ 27BR ആണ് അല്ലേ. അപ്പോൾ നമുക്ക് TCനെ എങ്ങനെ എഴുതാം, A/BR എന്നുള്ളതിന് പകരം 8/27 TB എന്ന് എഴുതാം. A/BRന് പകരം നമ്മൾ TB എഴുതി. അപ്പോൾ TB എങ്ങനെ എഴുതാം, TB = 27 ഡിവൈഡഡ് ബൈ 8 TC എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.375 TC എന്ന് എഴുതാം. ഓർ TB/TC ഈസ് ഈക്വൽ ടു 3.375. നമ്മൾ ഓരോ ഗ്യാസിൻ്റെയും TB/TC കാൽക്കുലേറ്റ് ചെയ്തു. ബട്ട് ഒരിക്കലും ഈ വാല്യൂ അല്ല വരുന്നത്, ലെസ് ദാൻ ഒരു 2.5ൻ്റെ അടുത്ത് വരെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരിക്കലും ഈ വാല്യൂ, ഇത് നമ്മൾ തിയററ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ ആണ്. ആൻഡ് ദ ചേഞ്ച് ഈസ് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ദ വാല്യൂസ് ഓഫ് ANB കോൺസ്റ്റൻ്റ് അല്ല, വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻ്റ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ദേ ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതുകൊണ്ടാണ് ഈ വേരിയേഷൻ വന്നത്. ഇത്ര മാത്രം മനസ്സിലായ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോയിൽ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കി. TB/TC = 3.375. ആ വേരിയേഷന് കാരണം ബോയിൽ നമ്മൾ വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന Aയും Bയും കോൺസ്റ്റൻ്റ് അല്ല. ദെയർ വാല്യൂസ് ആർ വേരിയിങ് വിത്ത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ വി ക്യാൻ സം അപ്പ്. കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റ്സാണ് നമ്മൾ പഠിച്ചത്. ഒരു ഗ്യാസ് പെട്ടെന്ന് ലിക്വിഡ് ആവുന്നില്ല, ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റിലൂടെയാണ് പോകുന്നത്. അത് മനസ്സിലാക്കാൻ നമ്മളൊരു ഐസോത്തോം വരച്ചു. നമുക്കിത് യൂഷ്വലി ഐസോത്തോം നമുക്ക് അറിയാം, AB ആയി ലിക്വിഡായി മാറി. ഇവിടെ ലിക്വിഡും ഗ്യാസും എക്സിസ്റ്റ് ചെയ്യുന്നു, ദെൻ ഇവിടെ ലിക്വിഡ് മാത്രം. അപ്പോൾ നമ്മളിത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് Aനെ നമ്മൾ ഹീറ്റ് ചെയ്തു, ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നു. അപ്പോൾ പ്രഷറും കൂടി. ഇവിടെ എത്തിയപ്പോൾ പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ കൂൾ ചെയ്തപ്പോൾ വോളിയം കുറഞ്ഞ് വന്ന് ഇവിടെ എത്തി പറഞ്ഞാൽ ലിക്വിഡായി. അപ്പോൾ ഗ്യാസ് നേരെ ലിക്വിഡായി. പക്ഷേ ആ ഒരു കൺവേർഷൻ ഓൺലി ത്രൂ ദിസ് ഐസോതേർമിലൂടെ മാത്രമേ അത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സോളിഡും ലിക്വിഡും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്യാസിനെ പെട്ടെന്ന് അങ്ങനെ ലിക്വിഡാക്കി മാറ്റാൻ പറ്റില്ല. ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റിലൂടെ മാത്രമാണ് അത് ഗ്യാസ് ലിക്വിഡായിട്ട് മാറുന്നുള്ളൂ. പിന്നെ നമ്മൾ തിയററ്റിക്കൽ ഐസോതേം, ഇത് എക്സ്പെരിമെൻ്റലാണ്. അപ്പോൾ നമ്മൾ വാൻ ഡെർ വാൾസ് വാൻ ഡെർ വാൾ ഇക്വേഷൻ എടുത്തു, അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ട് അപ്പോൾ ഒരു വിയുടെ ഒരു ക്യൂബിക് ഇക്വേഷനാണ് കിട്ടിയത്. അന്ന് നമുക്ക് മനസ്സിലാക്കി വിക്ക് 3 വാല്യൂസ് പോസിബിളാണ്. നമ്മളിങ്ങനെ ആ തിയററ്റിക്കൽ വാല്യൂസ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഏകദേശം ഇതുമായിട്ട് സിമിലർ തന്നെയാണ്. ബട്ട് ഇങ്ങനെ ഹൊറിസോണ്ടൽ പോർഷന് പകരം നമുക്കൊരു വേവ് ലൈക്ക് നേച്ചറാണ് കിട്ടിയത്. അപ്പോൾ അതൊന്ന് മനസ്സിലായി, ഇങ്ങനെ 3 വാല്യൂസ് പോസിബിളാണ്. ഇവിടെ 3 വാല്യൂസാണ്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ ഒരൊറ്റ വാല്യൂ ആണ് പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആ ക്രിട്ടിക്കലിന് വോളിയത്തിനെ നമ്മൾ VC ആക്കി എടുത്തു. ദെൻ അതിൻ്റെ ഒരു ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചു. ദെൻ ഇതും നമ്മളുടെ വാൻ ഡെർ വാളും തമ്മിൽ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഓരോന്നിനും VCക്കും PCക്കും TCക്കും ഒക്കെ വാല്യൂസ് കിട്ടി. അന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ നമ്മൾ കംപ്രസിബിലിറ്റി ഫാക്ടർ കണ്ടുപിടിച്ചു. അതിൻ്റെ വാല്യൂ ലെസ് ദാൻ 0.375 ആണ് യൂഷ്വൽ കേസിൽ. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോയിൽ ടെമ്പറേച്ചർ ആൻഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ.